നമസ്കാരമുണ്ട്. കൗമുദി മൂവി റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫ്രൈഡേ ആണ്. 3-4 സിനിമകൾ നമ്മൾ എല്ലാവരും കൂടെ ആക്ച്വലി ഓടി നടന്നത് കാണായിരുന്നു. ഫസ്റ്റ് കണ്ടത് ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറയുന്ന സിനിമ. ലിയോ തദേവുസിൻ്റെ 4th ഫിലിമാണ്. പുള്ളിക്കാരൻ പച്ചമര തണലിൽ പയ്യൻസ്, ഒരു സിനിമാക്കാരൻ തുടങ്ങിയുള്ള ചിത്രങ്ങൾക്ക് ശേഷം എടുത്തൊരു ഫിലിമാണ് ലോനപ്പൻ എന്ന് പറയുമ്പോൾ ജയറാമേട്ടൻ്റെ ക്യാരക്ടറാണ്. ആക്ച്വലി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പോൾ പല സിനിമകളും എടുത്തു വരുമ്പോൾ അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. മെയിൻ ഒരു കഥാപാത്രം ചിലപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആവും, കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ള ഫീൽ മാത്രമേ കിട്ടും. പക്ഷേ ലോനപ്പൻ്റെ മാമോദിസ എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സും വെൽ ഡിഫൈൻഡ് ആണ്. പുള്ളിക്കാരൻ്റെ വീട്ടിലുള്ള സഹോദരിമാരാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, അതല്ല ഈവൻ ഒരു 2-3 സീനിലേക്ക് മാത്രം വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇൻക്ലൂഡിങ് ഇന്നസെൻ്റ് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പണ്ടത്തെ മാഷായിട്ട് വരുന്ന 2 സീനിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും കഥാപാത്രങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാനും അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കാനും ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമയുടെ ഒരു കഥ പറയുന്ന രീതി മാറി, ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ പണ്ടത്തെ, അതായത് ഒരു 15-20 വർഷം മുമ്പുള്ള ഒരു സിനിമ നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടി. സെക്കൻഡ് ഹാഫിൽ ഒരു പരിധി വരെ മാറുന്നുണ്ട്. പുതിയ സിനിമകളുടെ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റൊക്കെ ആ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അഗെയിൻ ഇറ്റ്സ് നൈസ്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈസ് മോർ കേറ്റേർഡ് ടു നമ്മുടെ വീട്ടമ്മമാർ അല്ലെങ്കിൽ ഫാമിലി ക്രൗഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമോഷണൽ കോഷ്യൻ്റ് സിനിമയിൽ കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിങ്ങനെ കരയിക്കുന്ന സീനൊന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മളെ എവിടെയോ നമ്മുടെ മനസ്സിൽ കുറച്ചൊരു ഭാരം എടുത്ത് വെക്കുന്ന ചെറിയ രീതിയിലുള്ള മ്യൂസിക്കോട് കൂടി, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ഇമോഷനെ കറക്റ്റ് ആ സിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഞാനത് പറയില്ല. ഫസ്റ്റ് ഹാഫ് വാസ് പ്രിറ്റി മച്ച് ഈ പറയുന്ന പോലെ കുറച്ചൊരു പഴയ സിനിമയുടെ ഫീൽ ഉണ്ട്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഇമോഷണൽ കണക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ എം ഷുവർ ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പോയി സിനിമ കാണുകയാണെങ്കിൽ പക്ക ആ സിനിമ എൻജോയ് ചെയ്യും. മേ ബി അവരുടെ കണ്ണൊന്ന് നനയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഒരു കാര്യം ഇപ്പോൾ സിനിമയിൽ പറയാനുള്ളത്, ഒരാളുടെ പ്രശ്നം, ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ അവിയൽ വരുവതില്ല. അത് ഓരോ സീൻ കഴിയും തോറും പുള്ളിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പതുക്കെ കൂടിക്കൂടി വരും, ഒരു സൊല്യൂഷൻ കാണത്തില്ല. അപ്പം സിനിമ മുഴുവൻ നമ്മൾ പ്രതീക്ഷിക്കും പുള്ളിക്കാരൻ്റെ പ്രശ്നങ്ങൾ മാറും, പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഒരു ഉയർച്ച വരും. ആ ഉയർച്ച വരുന്നത് സിനിമയുടെ ഏറ്റവും അവസാനം എഴുതി കാണിക്കുമ്പോഴുള്ള എൻ ക്രെഡിറ്റ് സീനിലാണ്. സോ ഇൻ ഷോർട്ട്, ദിസ് ഫിലിം ഈസ് എ നൈസ് ഫിലിം. ഓക്കെ, ഇറ്റ്സ് തെറ്റ് പറയാനില്ല, നല്ലൊരു സിനിമയാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഇമോഷണൽ കണക്ട് കൊണ്ടുവരുന്നതും നമ്മുടെ ആ ഒരു കഥാപാത്രങ്ങൾ എല്ലാവരും, ജസ്റ്റ് അതിലെ ലോനപ്പൻ എന്ന ടൈറ്റിൽ ക്യാരക്ടർ മാത്രമല്ല, പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ആ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും വെൽ ഡിഫൈൻഡ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച ചങ്ങാതിമാരുടെ ഒരു വിജയം തന്നെയാണ്. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. നമ്മുടെ കോളേജ് ഗോയിങ് ക്രൗഡിന് അത്ര ഇഷ്ടപ്പെടുന്ന സിനിമയാണോ എന്നൊരു സംശയവും തോന്നും. ബട്ട് ഫാമിലി ക്രൗഡ് വിൽ എൻജോയ് ലോനപ്പൻ ആൻഡ് ഹിസ് കമ്പനി. ചിയേഴ്സ്.